തൃക്കാക്കര, തൃപ്പൂണിത്തറ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃപ്പൂണിത്തറ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ, എറണാകുളം 3 LIC-യുടെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ്. റെസ്പെക്റ്റഡ് അബ്സർവർ, നമ്മുടെ ജനറൽ അബ്സർവർ ശീതൽ മാമോട് ചേർന്ന് ഞങ്ങളൊന്ന് കാര്യങ്ങൾ വിലയിരുത്തി വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വേറെ ഒരു റഷോ കൺജഷനോ വോട്ടർ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ റഷോ ഒന്നുമില്ലാതെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോസ്റ്റൽ ബാലറ്റ് ഇതുവരെ വോട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ തന്നെ ഫെസിലിറ്റേഷൻ സെൻറ്റർ വെച്ചിട്ടുണ്ട്. അതും വളരെ സ്മൂത്തായിട്ട്, ബാക്കി LIC-യിലും ഇപ്പോൾ ഞാൻ റിപ്പോർട്ട് ചോദിച്ചിരുന്നു, വളരെ സ്മൂത്തായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഐ ഹോപ്പ് ദ ഡേ ഗോസ് ഓഫ് സ്മൂത്ത്ലി. എല്ലാ പാർട്ടീസും, എല്ലാ പോളിംഗ് പാർട്ടീസും നമുക്ക് ഉച്ചി ഒരു 3:34 തന്നെ അവരുടെ റെസ്പെക്റ്റീവ് ബൂത്ത്സിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഓൾ ഓൺ ട്രാക്ക് ഐ തിങ്ക്. ഞാനിപ്പോൾ മൂന്നാമത്തെ ഇനിയും പോവും. പിന്നെ കൗണ്ടിങ് നമ്മുടെ എറണാകുളം HPC-യുടെ കൗണ്ടിങ് ഫൈനൽ സ്ട്രോങ് റൂം കുസാറ്റിലാണ്. അവിടെയും പോയി ഒന്ന് വിലയിരുത്തണം. ബിക്കോസ് നാളെ നൈറ്റ് എല്ലാവരും അവിടെയാണ് വരാൻ, എല്ലാ മെഷീൻസും അവിടെയാണ് വരാൻ പോകുന്നത്. അത് ചെറിയ ഒരു ഓർഡർ സോഫ്റ്റ്വെയറിൽ ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആണ്, അതുടനെ സോൾവ് ചെയ്തു. ക്ലിയർ. നമ്മുടെ പരിധിയിൽ ഇങ്ങനെ പ്രശ്നബാധിത ബൂത്തുകൾ അങ്ങനെ എറണാകുളം HPC-യിൽ ക്രിട്ടിക്കൽ ബൂത്ത്സ് ഒന്നുമില്ല. പക്ഷേ ചാലക്കുടി HPC-യിലും 2 ബൂത്ത്സ് ഉണ്ട്. കുന്നത്തനാട് മണ്ഡലത്തിൽ, മൂവാറ്റുപുഴയിലും ഒന്നുണ്ട്. പക്ഷേ അതും വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ വളരെ സ്മൂത്തായിട്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇലക്ഷൻ നടക്കുമെന്നാണ് വിചാരിക്കുന്നത്. 75% ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഉണ്ട്, വെബ്കാസ്റ്റിംഗ് സംവിധാനമുണ്ട്. പിന്നെ മൈക്രോ ഒബ്സർവേഴ്സ് ചാലക്കുടി, ഞാൻ പറഞ്ഞ ഈ 3 ബൂത്തുകളിലും ഷാഡോ ഏരിയാസിലും കോതമംഗലം, കുട്ടമ്പുഴയിലെല്ലാം റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ മൈക്രോ ഒബ്സർവേഴ്സ് വെച്ചിട്ടുണ്ട്. ഫുൾ ടൈം വീഡിയോഗ്രാഫി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഫാർ സോ ഗുഡ്. പിന്നെ ഞാനും നാളെ വോട്ട് ചെയ്യും SRV സ്കൂളിൽ. സോ മൈ ഫസ്റ്റ് വോട്ട് ഇൻ കേരള. ഫസ്റ്റ് തന്നെ വരാം. അപ്പോഴേ എൻ്റെ വോട്ട് കഴിഞ്ഞാലേ ബാക്കി എല്ലാവരും കറക്റ്റ് വോട്ട് ചെയ്യുന്നുണ്ടോ നിരീക്ഷിക്കാൻ പറ്റും. സോ 7 മണിക്ക് തന്നെ എത്തും SRV. ഷുവർ. ഓക്കെ, സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് IAS ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായുള്ള സുരക്ഷാ പരിശോധനയിലാണ് അദ്ദേഹം. 3 പോളിംഗ് ബൂത്തുകളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ അദ്ദേഹം വിലയിരുത്തി. മറ്റ് ബൂത്തുകളിലേക്കുള്ള യാത്രയിലാണ്. കൃത്യമായിട്ടുള്ള പോളിംഗ് നടക്കുന്നതിന് വേണ്ട, സുഗമമായി പോളിംഗ് നടക്കുന്നതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത്. ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും പോളിംഗ് സാമഗ്രികളുടെ വിതരണവും എല്ലാം കൃത്യമായി പുരോഗമിക്കുകയാണ്. നാളെ രാവിലെ 7 മണിക്ക് തന്നെ അദ്ദേഹം വോട്ട് ചെയ്യാനെത്തും. തുടർന്ന് തൻ്റെ വോട്ടെടുപ്പിന് ശേഷമായിരിക്കും മറ്റുള്ളവരുടെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹത്തിന് കൃത്യത വരുത്താൻ സാധിക്കുക എന്നാണ് പറയുന്നത്. വിശദാംശങ്ങളുമായി എബി ചേരുന്നുണ്ട്. എബി, എന്തൊക്കെയാണ് ഇപ്പോൾ കളക്ടർ മാധ്യമങ്ങളുമായി പങ്കുവച്ചത്? വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം പ്രതികരണം നടത്തിയത്. കാരണം ഈ സംവിധാനങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ നടപ്പിലാക്കുന്നു. ഒപ്പം നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ നേരത്തെ ഈ ദിവസം വോട്ട് ചെയ്യാൻ കഴിയാത്തവർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഇത്തരത്തിൽ ഈ കേന്ദ്രങ്ങളെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത് വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം നാളെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തും. എങ്കിൽ മാത്രമേ തനിക്ക് എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പങ്കുവച്ചു. എന്തായാലും ഇവിടെ രാവിലെ അല്പസ്വല്പം ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം വളരെ വേഗം തന്നെ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹം. ഒപ്പം തന്നെ കുസാറ്റിലേക്ക് അദ്ദേഹം പോവുകയാണ്. അവിടെയാണ് സ്ട്രോങ് റൂം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരുക്കങ്ങളെല്ലാം തന്നെ ക്രമീകരിക്കുക അല്ലെങ്കിൽ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഏറ്റവും സുഗമമായി തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ നടന്നു വരുന്നു. അതിന് ഒരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ടാകുന്നില്ല. ഏറ്റവും സുഗമമായി തന്നെ ഇത് നടപ്പിലാക്കാൻ കഴിയും. ഒപ്പം തന്നെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാത്തില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ, അല്ലെങ്കിൽ പ്രശ്നബാധിത ബൂത്തുകളൊന്നും തന്നെ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ചാലക്കുടി മണ്ഡലത്തിൽ 3 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ്. അവിടെ കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. ഒപ്പം 75% വരുന്ന ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി അതായത് ഏറ്റവും സുഗമമായി തന്നെ ഈ നടപടി പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് വളരെ വേഗം തന്നെ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഏറ്റവും സുഗമമായി ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ നടന്നു വരികയാണ്. അതിന്റെ പരിശോധനകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാക്കിയുള്ള ഈ വിതരണ കേന്ദ്രങ്ങളിൽ കൂടി അദ്ദേഹം സന്ദർശനം നടത്തുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഒപ്പം ഏറ്റവും സുഗമമായി ഏറ്റവും സുരക്ഷിതത്തോടു കൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം അദ്ദേഹം പങ്കുവച്ചു.